കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീളുന്ന ഒരു ജലപാത എന്നത് പതിറ്റാണ്ടുകളായുള്ള മലയാളിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം പകുതിയോളം പിന്നിട്ടുകൊണ്ട് കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ WCC പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2026 ഫെബ്രുവരി 26 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വർക്കല ചിലപ്പൂർ ബീച്ച് പാർക്കിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചരിത്ര മുഹൂർത്തത്തിന് തിരിതെളിച്ചപ്പോൾ അത് കേരളത്തിന്റെ ഗതാഗത വിനോദസഞ്ചാര മേഖലകളിൽ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമിട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ അക്കുളം മുതൽ തൃശൂരിലെ ചെറ്റുവ വരെയുള്ള 280 കിലോമീറ്റർ ദൂരമാണ് ഒന്നാം ഘട്ടത്തിൽ പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കിയിരിക്കുന്നത്. പുഴകളെയും കായലുകളെയും കനാലുകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുക്കുന്ന ഈ പാതയ്ക്ക് ഏകദേശം 616 കിലോമീറ്റർ നീളമുണ്ടാകും. നിലവിൽ അക്കുളം മുതൽ ചെറ്റുവ വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമായതോടെ തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യകേരളത്തിലേക്കുള്ള ജലയാത്രയ്ക്ക് വഴിയൊരുങ്ങി. ഈ പദ്ധതിയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ അതിമനോഹരവുമായ ഭാഗം വർക്കലയിലെ പഴയ തുരങ്കങ്ങളുടെ നവീകരണമായിരുന്നു. 150 വർഷത്തോളം പഴക്കമുള്ള ചിലക്കൂർ, ശിവഗിരി തുരങ്കങ്ങൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്തു. ചിലക്കൂർ തുരങ്കത്തിനുള്ളിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പറയുന്ന 3D പ്രൊജക്ഷൻ ഷോയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഇഫക്റ്റുകളും ഈ തുരങ്കയാത്രയെ അവിസ്മരണീയമാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി കനാൽ തീരത്തുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 325 കോടി രൂപ ചെലവിട്ട ഒന്നാം ഘട്ടത്തിൽ നല്ലൊരു ഭാഗം തുകയും ചെലവഴിച്ചത് കനാൽ തീരത്തെ 579 കുടുംബങ്ങളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുന്നതിനാണ്. പരിസ്ഥിതി സൗഹൃദമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അത്യാധുനിക സോളാർ ഇലക്ട്രിക് ബോട്ടുകളാണ് ഈ പാതയിൽ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത്. കരിക്കകത്ത് നിർമ്മിച്ച സ്റ്റീൽ ലിഫ്റ്റിംഗ് പാലം പോലുള്ള ആധുനിക നിർമ്മിതികൾ ഈ ജലപാതയെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തുന്നു. റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും കുറഞ്ഞ ചെലവിൽ ചരക്കുകൾ നീക്കം ചെയ്യാനും ഈ ജലപാത വലിയ സഹായമാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ജലപാത ബന്ധിപ്പിക്കുന്നതോടെ കേരളത്തിന്റെ വാണിജ്യ മേഖലയ്ക്ക് പുതിയൊരു ഊർജ്ജം കൈവരും. ഇതിനു പുറമെ ഓരോ 25 കിലോമീറ്റർ കൂടുമ്പോഴും ഒരുങ്ങുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പ്രാദേശികമായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KWIL നേതൃത്വം നൽകുന്ന ഈ പദ്ധതി 2028 ഓടെ പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ബോട്ടിലിരുന്ന് കേരളത്തിന്റെ പച്ചപ്പും കായൽഭംഗിയും ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന കാലം വിദൂരമല്ല. വികസനവും പ്രകൃതി സംരക്ഷണവും എങ്ങനെ ഒത്തുപോകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഈ ജലപാതയിലൂടെയുള്ള ആദ്യ യാത്രയിൽ നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കൂ.